Good afternoon. Good afternoon, ma'am. Okay. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മള് ഒരാഴ്ചയായില്ലേ കണ്ടിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മള് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആയിരുന്നു എടുത്തിരുന്നത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ ആണല്ലോ? Yes. അയച്ചു നോക്കിയിരുന്നോ? ടെക്സ്റ്റ് ബുക്ക് കിട്ടിയ എല്ലാവർക്കും? ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിരുന്ന എല്ലാവർക്കും? ഇല്ല. ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇന്ന് പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാണ്. അപ്പൊ ഇനി നമ്മള് പഠിക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 1-ലെ 4ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്ററിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് കേട്ടോ. ഈ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. മൊഡ്യൂൾ 1-ലെ 4th ചാപ്റ്റർ ആണ് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. ഓക്കെ, അപ്പൊ ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. വളരെ എളുപ്പമാണ്, നമുക്ക് പഠിക്കാനൊക്കെ വളരെ സിമ്പിൾ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ആ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. ഓക്കെ, എളുപ്പമാണ് പഠിക്കാനായിട്ട് കേട്ടോ. കുഞ്ഞു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ക്ലാസിഫിക്കേഷൻ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകും. നമുക്കറിയാം അല്ലെ, നമ്മുടെ ചുറ്റും എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ. ചെറിയ ഹോസ്പിറ്റലുകളുണ്ട്, വലിയ ഹോസ്പിറ്റലുകൾ വരെ ഉണ്ട് അല്ലെ. നമുക്കറിയാം ഇന്നിപ്പോ നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകള്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ. അപ്പൊ നമ്മള് ഓരോ ഹോസ്പിറ്റലുകളെയും നമ്മൾ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ പോവാണ്. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസ് എന്തൊക്കെയുണ്ട്, അതുപോലെ അതിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത്. അതായത് ഒരു 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാണ്. എന്നിട്ട് അതിന്റെ പ്രത്യേകതകളും പിന്നെ എന്താണ് അതിന്റെ കുറെ എക്സാമ്പിളുകളും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ്. തുടങ്ങാതെ നമുക്ക് എല്ലാവരും ഓക്കെ അല്ലേ? സെറ്റിൽ എല്ലാവരും തുടങ്ങല്ലേ നമുക്ക്? വായിക്കാട്ടോ, ശ്രദ്ധിക്കാം. ടെക്സ്റ്റ് ഇല്ലാത്തവര് സ്ക്രീൻ നോക്കുക കേട്ടോ. There are different types of hospital and each type has its own characteristics, strengths and limitations. Owing to the variation in types, it is necessary to classify to understand its type. കേട്ടോ, പറഞ്ഞല്ലോ. അതായത് ഓരോ ഹോസ്പിറ്റലിനും അതിൻ്റെതായ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, അതിൻ്റെതായ ചില സ്ട്രെങ്ത്തുകൾ ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സുകൾ ഉണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലാസിഫൈ ചെയ്തുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽ ക്യാൻ ക്ലാസിഫൈഡ് ഓഫ് ദ ഫോളോയിങ് ബേസ് കേട്ടോ. ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ട് നമ്മളൊരു 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ തരംതിരിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ഏതൊക്കെയാണ് 6 ഫാക്ടേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് സൈസ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? സൈസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആണ് കേട്ടോ, സൈസ്. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? ലെവൽ ഓഫ് കെയർ ആണ്. എന്താണ് ലെവൽ ഓഫ് കെയർ കേട്ടോ? അതായത് പരിചരണത്തിന്റെ നിലവാരം. ഇപ്പൊ ഓരോ ഹോസ്പിറ്റലുകളും ഓരോ നിലവാരത്തിലുള്ള പരിചരണങ്ങളാണ് കൊടുക്കുന്നത് അല്ലെ. ചിലയിടത്ത് ഒരു പ്രൈമറി കെയർ മാത്രമേ കൊടുക്കുന്നുണ്ടാവുള്ളൂ, മറ്റു ചില സ്ഥലങ്ങളിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുക്കുന്നുണ്ടാവും. അത് ഓരോ ഹോസ്പിറ്റലിനും അവർക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ ഫാക്ടർ കേട്ടോ. ലെവൽ ഓഫ് കെയർ ആണ്. പരിചരണത്തിന്റെ നിലവാരത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മൂന്നാമത്തത് പറയുന്നത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് ആണ്. എന്താണ്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് ആണ്. അതായത് ഓരോ ഹോസ്പിറ്റലുകളും അവർ ഓഫർ ചെയ്യുന്ന ചില എന്താണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റികൾ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പോ നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്നുണ്ട് അല്ലെ. ഒന്നിൽ കൂടുതൽ സ്പെഷ്യാലിറ്റികൾ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മളിപ്പോ കണ്ണാശുപത്രിയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇപ്പൊ വാസന കെയർ അങ്ങനെയൊക്കെയുള്ള ഹോസ്പിറ്റലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ കണ്ണിന് മാത്രം സ്പെഷ്യൽ ഫോക്കസിങ് ആണ് അവർ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവര് ഒരു ഒറ്റ സ്പെഷ്യാലിറ്റിക്ക് മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ, ഫോക്കസ് ചെയ്യും. അതേസമയം മറ്റു ചില ഹോസ്പിറ്റലുകളാണെങ്കിലോ ഒന്നിൽ കൂടുതൽ സ്പെഷ്യാലിറ്റികൾക്ക് അവര് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും.
അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഓരോ ഹോസ്പിറ്റലുകളും അവർ ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുന്ന സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് മൂന്നാമത്തെ ഫാക്ടർ കേട്ടോ. നാലാമത്തെ എന്താണ്? ഓണർഷിപ്പ് ആണ്, ഉടമസ്ഥാവകാശം. അത് നമുക്കറിയാവുന്നതാണ് അല്ലെ? നമുക്കറിയാം അല്ലെ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ? അതാണ് ഓണർഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ഒന്ന് നാലാമത്തെ ഓണർഷിപ്പ് കേട്ടോ. അഞ്ചാമത്തത് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചികിത്സാ രീതിയാണ് അല്ലെ? അതായത് ചികിത്സാ സമ്പ്രദായങ്ങള്, വൈദ്യശാസ്ത്ര രീതികള്. അത് നമുക്കറിയാവുന്നതാണ്. അലോപ്പതിക്ക് ഉണ്ട്, ആയുർവേദം ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട് അല്ലെ, നാച്ചുറോപ്പതി ഉണ്ട്, യുനാനി ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഓരോ സിസ്റ്റം ഓഫ് മെഡിസിൻസ് ആണ്, ഓരോ ചികിത്സാ സമ്പ്രദായങ്ങളാണ് അല്ലെ? അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇനി അവസാനത്തെ എന്താണ്? ലെങ്ത് ഓഫ് സ്റ്റേ ആണ് അല്ലെ? താമസത്തിന്റെ ദൈർഘ്യമാണ്. ആരുടെ താമസത്തിന്റെ ദൈർഘ്യമാണെന്ന് അറിയോ? പേഷ്യൻസിന്റെ ആണ് അല്ലെ? അതായത് രോഗികള് അവരുടെ പരിചരണത്തിന്, അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്ന അല്ലെങ്കിൽ അവർക്ക് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരുന്ന ആ ഒരു ഡ്യൂറേഷൻ, ആ ഒരു ലെങ്തിനെ ബേസ് ചെയ്തുകൊണ്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താമസത്തിന്റെ ദൈർഘ്യമാണ്. ആരുടെ താമസമാണ്? പേഷ്യൻസ് ആണ് അല്ലെ? അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരുന്ന അതിന്റെ ഡ്യൂറേഷൻ, അതിനെ ബേസ് ചെയ്തിട്ടും ക്ലാസിഫൈ ചെയ്യാം. ഇതാണ് 6 ഫാക്ടേഴ്സുകൾ വരുന്നത്. ഇതൊക്കെയാണ്. അപ്പൊ 6 ഫാക്ടേഴ്സ് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതൊക്കെ നമ്മൾ പറഞ്ഞത്. ഒന്ന് സൈസ് അല്ലെ, വലിപ്പം. രണ്ടാമത്തത് എന്താണ്? ലെവൽ ഓഫ് കെയർ അല്ലെ, പരിചരണത്തിന്റെ നിലവാരം. മൂന്നാമത്തത് എന്താണ്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് അല്ലെ, ഓരോ ഹോസ്പിറ്റലും അവരെ ഫോക്കസ് ചെയ്യുന്ന സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്യാം. നാലാമത്തത് ഓണർഷിപ്പ് അല്ലെ, ഉടമസ്ഥാവകാശം. അഞ്ചാമത്തെ എന്താണ്? സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് അല്ലെ, ചികിത്സാ രീതികളാണ്, ചികിത്സാ സമ്പ്രദായങ്ങള്. ഏറ്റവും അവസാനം വരുന്നത് ലെങ്ത് ഓഫ് സ്റ്റേ ആണ്, താമസത്തിന്റെ ദൈർഘ്യമാണ്. ഓക്കെ, ഈ ഒരു 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനും അതിന്റെ പ്രത്യേകതകളും അതിന്റെ എക്സാമ്പിളുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഒരു ഐഡിയ കിട്ടിയോ ചാപ്റ്ററിനെ പറ്റിയിട്ട്? ഓക്കെ ആണോ? മനസ്സിലായേ? ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം കേട്ടോ. ആദ്യത്തെ ഫാക്ടർ നമുക്ക് എടുക്കാം, സൈസ് ആണ് കേട്ടോ. ഒന്നാമത്തെ സൈസ്. സൈസ് എന്ന് പറയുമ്പോൾ വലുപ്പം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ആശുപത്രിയുടെ കെട്ടിടത്തിന്റെ വലുപ്പമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല. പിന്നെന്താണ്? നമുക്ക് നോക്കാം കേട്ടോ. സൈസ് ഓഫ് എ ഹോസ്പിറ്റൽ ഈസ് ജനറലി measured by the number of inpatient beds it offers. ആണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. ആ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് എന്നുള്ളത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സൈസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ഇറ്റ് ഓഫേഴ്സ് അല്ലെ. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് ആണ് അല്ലെ. അതായത് എത്രത്തോളം രോഗികൾ അവിടെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. എത്രത്തോളം പേഷ്യൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ബെഡ് അവൈലബിലിറ്റി അവിടെ ഉണ്ട്. ആ ബെഡുകളുടെ എണ്ണമാണ് അവിടെ സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ആണ് കേട്ടോ. അതായത് ഓരോ ഹോസ്പിറ്റലുകൾക്കും എത്രത്തോളം പേഷ്യൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ബെഡ് അവൈലബിലിറ്റി അവർക്കുണ്ട്. ആ ബെഡുകളുടെ എണ്ണം, അതിന്റെ ആ ഒരു കപ്പാസിറ്റിയാണ് അവിടെ സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Clear? Okay, size of a hospital is generally measured by the number of inpatient beds it offers. Okay, on the basis of size, a hospital can be classified as a small hospital, mid-sized hospital and a large hospital. അപ്പൊ ഈ ഒരു സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 3 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇതൊക്കെയാണ് 3 എണ്ണം. ഒന്ന് സ്മോൾ ഹോസ്പിറ്റല്, രണ്ടാമത്തത് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റല്, മൂന്നാമത്തത് ലാർജ് ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് എന്താ നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? സ്മോൾ ഹോസ്പിറ്റൽ ആണ്. എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? The hospital with approximately 30 or less beds are generally recognized as a small hospital. ആദ്യത്തെ പോയിന്റ് അതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പോയിന്റുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി.
അപ്പൊ സ്മോൾ ഹോസ്പിറ്റൽ എന്താണ് പറയുന്നത്? നമ്മൾ പറഞ്ഞു സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ആണ് അല്ലെ, ബെഡുകളുടെ എണ്ണത്തിനനുസരിച്ച് കൊണ്ടാണ് നമ്മൾ അവിടെ സൈസ് പറയുന്നത്. അതുകൊണ്ട് സ്മോൾ ഹോസ്പിറ്റലിൽ എന്താണ് നമ്പർ ഓഫ് ബെഡ്സ് എത്രയാണ്? 30 ഓർ ലെസ് ദാൻ 30 ബെഡ്സ് അല്ലെ, 30 അല്ലെങ്കിൽ 30-ൽ കുറവോ ബെഡുകളുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്മോൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ആണ് പറഞ്ഞത്. നമ്പർ ഓഫ് ബെഡ്സ് എത്രയാണ് വരുന്നത്? 30 ഓർ ലെസ് ദാൻ 30, 30 അല്ലെങ്കിൽ 30-ൽ താഴെയോ ബെഡുകളുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് അതിന്റെ പ്രത്യേകത നോക്കി. സ്മോൾ ഹോസ്പിറ്റൽസ് ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് ഡു നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ അല്ലെ. നമുക്കറിയാം ചെറിയ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കോ? ഒരുപാട് റിസോഴ്സസ് അവർക്ക് ഉണ്ടായിരിക്കോ? ഇല്ല, വളരെ കുറച്ച് റിസോഴ്സസേ ഉണ്ടാവുള്ളൂ അല്ലെ. സ്റ്റാഫുകളായിക്കോട്ടെ, മറ്റുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകളായിക്കോട്ടെ, ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ ആയിക്കോട്ടെ, അതെല്ലാം വളരെ കുറച്ച് മാത്രമേ അവർക്ക് ഉണ്ടായിരിക്കുള്ളൂ. ഒന്നും ആലോചിക്കേണ്ട, നമ്മുടെ എന്താണ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഓർത്താൽ മതി അല്ലെ. നമ്മുടെ ഓരോ വാർഡുകളിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ അത് ആലോചിച്ചാൽ മതി അല്ലെ. അപ്പൊ അവിടെ എങ്ങനെയാണ്? ഇറ്റ് ഹാവ് എ ലിമിറ്റഡ് റിസോഴ്സസ് അല്ലെ. അത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ദേ ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ് അല്ലെ, വളരെ കുറച്ച് റിസോഴ്സുകൾ മാത്രമേ ഉള്ളൂ. സോ ദേ ഡു നോട്ട് ഓഫർ ദ ഹൈലി എൻഡ് കെയർ. അതുകൊണ്ട് വലിയൊരു ഹൈ എൻഡ് കെയർ ഒന്നും കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. ശരിയാണ് കേട്ടോ, കറക്റ്റ് ആണ് കേട്ടോ നൗഷാദ്. ഫെസിലിറ്റികൾ വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹൈലി എൻഡ് കെയർ കൊടുക്കാനായിട്ട് സാധിക്കില്ല. പിന്നെന്താ പറയുന്നത്? മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ ആർ സ്മോൾ ഹോസ്പിറ്റൽ, എസ്പെഷ്യലി ഇൻ ദ സബർബൻ ആൻഡ് റൂറൽ ഏരിയാസ് അല്ലെ. അപ്പൊ നമ്മുടെ കേരളത്തിലോട്ട് നോക്കണ്ട, നമ്മുടെ ഇന്ത്യയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളാണ് അല്ലെ. നമ്മുടെ കേരളം കുറച്ചും കൂടെ വികസിച്ചിട്ടുണ്ട്, പക്ഷെ പുറത്തങ്ങോട്ട് അങ്ങനെയല്ല അല്ലെ. നോർത്ത് ഇന്ത്യയിലൊക്കെ എങ്ങനെയാണ്? കൂടുതൽ ഗ്രാമങ്ങളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ മെജോറിറ്റി ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ആയിരിക്കും? സ്മോൾ ഹോസ്പിറ്റൽസ് ആയിരിക്കും അല്ലെ. വളരെ ചെറിയ സ്മോൾ ഹോസ്പിറ്റൽസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഞാൻ പറഞ്ഞു, നമ്മൾ കേരളം മാത്രം വെച്ച് ചിന്തിക്കരുത് കേട്ടോ. കേരളത്തിന് പുറത്ത് നമ്മുടെ നോർത്ത് ഇന്ത്യ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ കൂടുതൽ എന്താണ്? ഗ്രാമങ്ങളാണ് അല്ലെ. അപ്പൊ അവിടെ കൂടുതൽ ഉണ്ടായിരിക്കും എങ്ങനെയുള്ള ഹോസ്പിറ്റൽ ആയിരിക്കും? സ്മോൾ ഹോസ്പിറ്റൽസ് ആയിരിക്കും കേട്ടോ. എസ്പെഷ്യലി പറയുന്നത് സബർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. ഓക്കെ, അങ്ങനെ സബർബൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ബിയോണ്ട് ഇത് എന്താണ് സിറ്റി ബോർഡർ അല്ലെ, അവിടെയുള്ള ഏരിയാസിലൊക്കെ കൂടുതലും സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്. അതൊരു പോയിന്റ് ആണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽസ് ആർ ഇൻ ഇന്ത്യ ആർ ഡാഷ് ഹോസ്പിറ്റൽസ്. എങ്ങനെയുള്ള ഹോസ്പിറ്റലാണ്? സ്മോൾ ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ് ഇൻ സ്മോൾ ഹോസ്പിറ്റൽ ടു ഔട്ട്സോഴ്സ് വാരിയസ് സർവീസസ് സച്ച് ആസ് ദ ലബോറട്ടറി, റേഡിയോളജി ആൻഡ് ഫാർമസി. ഓക്കെ, അതും അടുത്തൊരു പോയിന്റ് ആണ്. ഒരു മിനിറ്റ്. അപ്പൊ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ് ഇൻ സ്മോൾ ഹോസ്പിറ്റൽ ടു ഔട്ട്സോഴ്സ് വാരിയസ് സർവീസസ് സച്ച് ആസ് ലബോറട്ടറി, റേഡിയോളജി ആൻഡ് ഫാർമസി. അപ്പോ ഇങ്ങനെയുള്ള ചെറിയ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ദേ ഹാവ് എ ലിമിറ്റഡ് റിസോഴ്സസ് വളരെ കുറവല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ലബോറട്ടറി, റേഡിയോളജി, ഫാർമസി പോലെയുള്ള സേവനങ്ങളെല്ലാം തന്നെ അവർ എന്ത് ചെയ്യും? ഔട്ട്സോഴ്സ് ചെയ്യും. ഔട്ട്സോഴ്സ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? പുറത്തേക്ക് എഴുതി കൊടുക്കും. കാര്യം അങ്ങനെയുള്ള സൗകര്യങ്ങൾ അവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഒരു എക്സ്റേ എടുക്കുകയാണെങ്കിലും, ഒരു മരുന്ന് മേടിക്കാനാണെങ്കിലും, അല്ലെങ്കിൽ ഒരു സ്കാൻ ഒക്കെ ചെയ്യേണ്ടി വന്നാൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യും? അത്തരം സേവനങ്ങളെ ഔട്ട്സോഴ്സ് ചെയ്യും അല്ലെ, പുറത്തോട്ട് അവര് എഴുതി കൊടുക്കും. ഓക്കെ, പിന്നെന്താണ്? എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ ആൻഡ് സർജിക്കൽ കെയർ ഫെസിലിറ്റീസ് ആർ യൂഷ്വലി അറ്റ് വെരി ബേസിക് ലെവൽ ഇൻ സ്മോൾ ഹോസ്പിറ്റൽസ്. പിന്നെ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ എന്തായിരിക്കും? എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ അല്ലെ, തീവ്ര പരിചരണങ്ങള്, അതുപോലെ എന്താണ് അടിയന്തര പരിചരണങ്ങള്, ഇതെല്ലാം എങ്ങനെയായിരിക്കും? അതൊക്കെ വെരി ബേസിക് ലെവലില്, വളരെ ബേസിക് ലെവലില് മാത്രമേ അവര് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം അതിനുള്ള റിസോഴ്സുകൾ മാത്രമേ അവർക്കുള്ളൂ.
അല്ലെ? സിമ്പിൾ അല്ലേ പറഞ്ഞ പോയിന്റുകളൊക്കെ? അപ്പൊ നമ്മൾ ജസ്റ്റ് പോയിന്റുകൾ മാത്രം ഒന്ന് ഓർത്ത് നോക്കി. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സ്മോൾ ഹോസ്പിറ്റൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ബെഡ്സ് അല്ലെ? എന്തായിരുന്നു? 30 or less than 30 ബെഡ്സ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ദേ ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ് അല്ലെ? അപ്പൊ റിസോഴ്സുകൾ വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത പോയിന്റ് പറയാം. എന്താണ്? ദേ ഡു നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ അല്ലെ? വലിയൊരു പരിചരണം അവർക്ക് കൊടുക്കാൻ പറ്റുമോ? സാധിക്കില്ല അല്ലെ? പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? യൂഷ്വലി ഇവരെന്താ ചെയ്യണത്? ഓൾ സർവീസസ് എല്ലാ ക്ലിനിക്കൽ സർവീസസ് ആയിക്കോട്ടെ, നോൺ ക്ലിനിക്കൽ സർവീസ് ആയിക്കോട്ടെ, അവര് ഔട്ട്സോഴ്സ് ചെയ്യാണ് അല്ലെ? എല്ലാം പുറത്തേക്ക് അവര് എഴുതി കൊടുക്കുകയാണ് അല്ലെ? ഒന്നും തന്നെ അവിടെ ഇൻഹൗസ് ആയിട്ട് കൊടുക്കുന്നില്ല. എല്ലാ സേവനങ്ങളും എന്ത് ചെയ്യാണ്? ഫാർമസി ആയിക്കോട്ടെ, ലബോറട്ടറി ആയിക്കോട്ടെ, അത്തരം സേവനങ്ങൾ അവര് ഔട്ട്സോഴ്സ് ചെയ്യും അല്ലെ? പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ ആർ അറ്റ് വെരി ബേസിക് ലെവൽ ഇൻ സ്മോൾ ഹോസ്പിറ്റൽ അല്ലെ? എമർജൻസി കെയർ ആയിക്കോട്ടെ, ഇന്റൻസീവ് കെയർ ഒക്കെ വളരെ ബേസിക് ലെവലിൽ മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ, സ്മോൾ ഹോസ്പിറ്റലിനകത്ത് കൊടുക്കുന്നുള്ളൂ. ഇത്രയും പോയിന്റുകളാണ് അതിൽ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇനി അടുത്തത് പഠിക്കുമ്പോൾ ആ പോയിന്റുകളായിട്ട് കമ്പയർ ചെയ്താൽ മാത്രം മതി, കമ്പയർ ചെയ്ത് പോയിന്റ്സ് പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു കേട്ടോ, മെജോറിറ്റി ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഹോസ്പിറ്റലാണ്? സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയത് സ്മോൾ ഹോസ്പിറ്റലിൽ മാത്രം ഒന്ന് വായിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് വായിക്കേ. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? അപ്പൊ നമുക്ക് രണ്ടാമത്തെ നോക്കാം കേട്ടോ. നെക്സ്റ്റ് എന്താണ്? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് അല്ലെ? മിഡ് സൈസ്ഡ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ? സ്മോൾ ഹോസ്പിറ്റലിലും ലാർജ് ഹോസ്പിറ്റലിലും ഇടയിൽ വരുന്ന, മിഡിൽ വരുന്ന ആൾക്കാരായിരിക്കും അല്ലെ? അപ്പൊ നേരത്തെ പറഞ്ഞ അതേ പോയിന്റുകൾ തന്നെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നമുക്ക് പറഞ്ഞാൽ മതി കേട്ടോ. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്താണ്? അവിടെ നമ്മൾ നമ്പർ ഓഫ് ബെഡ്സ് ആണ് ആദ്യം പറഞ്ഞത് അല്ലെ? അപ്പൊ നോക്കാം. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് ടിപ്പിക്കലി ഹാവിംഗ് 30 to 100 beds. Underline ചെയ്യാം കേട്ടോ. 30 to 100 beds are also very popular in India. അപ്പൊ നമ്പർ ഓഫ് ബെഡ്സ് ഇവിടെ എത്രയാ വരുന്നത്? 30 to 100 ആണ് അല്ലെ? 30നും 100നും ഇടയിലാണ് വരുന്നത് അല്ലെ? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ്. പിന്നെ അടുത്തത് എന്താണ് പറയുന്നത്? ദേ ഹാവ് മോർ റിസോഴ്സ് ദാൻ എന്നാണ് കേട്ടോ. ഇവിടെ ദെൻ എന്നാണ് കൊടുത്തേക്കുന്നത്, ദെൻ അല്ല ദാൻ എന്നാണ് കേട്ടോ. കമ്പയർ ചെയ്ത് പറയുന്നതാണ്. ദേ ഹാവ് മോർ റിസോഴ്സ് ദാൻ സ്മോൾ ഹോസ്പിറ്റൽസ് ആൻഡ് ആർ ബെറ്റർ equipped to provide complex services. However, they are not so comprehensive as the large hospitals. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കമ്പയർ ചെയ്താണ് പറയുന്നത് അല്ലെ? എന്താണ്? ദേ ഹാവ് ഇങ്ങനെയാണ് റിസോഴ്സ്, എങ്ങനെയാണ്? അവിടെ നമ്മൾ പറഞ്ഞു ലിമിറ്റഡ് റിസോഴ്സസ് മാത്രമേ ഉള്ളൂ അല്ലെ സ്മോൾ ഹോസ്പിറ്റൽ. ഇവിടേക്ക് വരുമ്പോ എങ്ങനെയാണ്? ദേ ഹാവ് മോർ റിസോഴ്സ് ദാൻ സ്മോൾ ഹോസ്പിറ്റൽ ബട്ട് സോ കോംപ്രിഹെൻസീവ് ആസ് ദ ലാർജ് ഹോസ്പിറ്റൽ. അതായത് സ്മോൾ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറെ കൂടെ റിസോഴ്സസ് ഉണ്ട്. അതേസമയം എന്താണ്? ലാർജ് ഹോസ്പിറ്റലിന് അത്ര കോംപ്രിഹെൻസീവ് അല്ല, എന്ന് വെച്ചാൽ വളരെ സമഗ്രമായിട്ടുള്ള റിസോഴ്സ് ഇല്ല. ഇതിന്റെ ഇടയിലുള്ളതാണ് എന്ത്? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിന്റെ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ് കേട്ടോ അവിടെ പറഞ്ഞത്. പിന്നെന്താണ്? They generally offer reasonable level of emergency and intensive care and will have most of the clinical. അത് അടുത്ത പോയിന്റ് ആയിട്ട് പറയാം കേട്ടോ. They generally offer reasonable level of emergency and intensive care. അവിടെ നമ്മൾ എന്താ പറഞ്ഞത്? They give very basic emergency and intensive care ആണ് ഇവിടെ കൊടുക്കുന്നത്, സ്മോൾ ഹോസ്പിറ്റലിനകത്ത് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ കുറച്ചും കൂടെ റീസണബിൾ ലെവൽ ഓഫ് എമർജൻസി ആൻഡ് ഇന്റൻസീവ് കെയർ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? കുറച്ചും കൂടെ നിലവാരത്തിലുള്ളത് സ്മോൾ ഹോസ്പിറ്റലിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറേയും കൂടെ ഒരു റീസണബിൾ ആയിട്ടുള്ള ലെവൽ ഓഫ് കെയർ ആണ് ആര് കൊടുക്കുന്നത്? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ആൻഡ് ഇറ്റ് വിൽ ഹാവ് മോസ്റ്റ് ഓഫ് ദ ക്ലിനിക്കൽ സപ്പോർട്ട് സർവീസ് സച്ച് ആസ് ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഇൻ-ഹൗസ് സർവീസ്. Non-clinical services such as food service, laundry, housekeeping, etc. are usually outsourced in a mid-sized hospital. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞപ്പോ അവിടെ എല്ലാ സർവീസുകളും, അതിപ്പോ ക്ലിനിക്കൽ സേവനങ്ങളായിക്കോട്ടെ നോൺ ക്ലിനിക്കൽ സേവനങ്ങളായിക്കോട്ടെ എല്ലാം എന്ത് ചെയ്തിരുന്നു? ഔട്ട്സോഴ്സ് ചെയ്തിരുന്നു.
എല്ലാം തന്നെ പുറത്തേക്ക് എഴുതി കൊടുക്കലായിരുന്നു. എവിടെ? സ്മോൾ ഹോസ്പിറ്റലിൽ. അതേസമയം മിഡ് സൈസിൽ എന്താണ് അവർ പറയുന്നത്? അതായത് ക്ലിനിക്കൽ സർവീസുകള് അല്ലെ, ക്ലിനിക്കൽ സേവനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാർമസി അല്ലെങ്കിൽ എന്താണ് റേഡിയോളജി അങ്ങനെയുള്ള ക്ലിനിക്കൽ സേവനങ്ങളെല്ലാം തന്നെ പ്രൊവൈഡഡ് ആസ് എ ഇൻ ഹൗസ് സർവീസ് അല്ലെ, ഇൻ ഹൗസ് സർവീസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതേ ഹോസ്പിറ്റലിൽ തന്നെ അവര് അത്തരം സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഫാർമസി സേവനങ്ങളായിക്കോട്ടെ, അത്യാവശ്യം ഒരു എക്സ്റേയോ സ്കാനിങ്ങോ അങ്ങനെയുള്ള റേഡിയോളജി ഡയഗ്നോസ്റ്റിക് സേവനങ്ങളെല്ലാം തന്നെ പ്രൊവൈഡഡ് ആസ് എ ഇൻ ഹൗസ് സർവീസ് ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലെ, ആ ഹോസ്പിറ്റലിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയുള്ള സർവീസുകൾ മാത്രമാണ് അവർ പുറത്തേക്ക് എഴുതുന്നത്? നോൺ ക്ലിനിക്കൽ സർവീസസ് ആണ് അല്ലെ, അതാണ് അവിടെ പറയുന്നത്. നോൺ ക്ലിനിക്കൽ സർവീസസ് സച്ച് ആസ് ഫുഡ് സർവീസ്, ലോണ്ടറി ആൻഡ് ഹൗസ് കീപ്പിംഗ് എക്സെട്ര ആർ യൂഷ്വലി ഔട്ട്സോഴ്സ്ഡ് ഇൻ എ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ അല്ലെ. ഈ പറയുന്ന ഭക്ഷണ സേവനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ലോണ്ടറി സേവനങ്ങൾ അല്ലെ, ഇപ്പൊ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കേണ്ട വസ്ത്രങ്ങള് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റോ പില്ലോ അങ്ങനെയുള്ള സംഭവങ്ങള്, ഹൗസ് കീപ്പിംഗ്. ഇപ്പൊ നമ്മൾ ഇത്തരം ഹോസ്പിറ്റലിലാവുന്ന അവർ ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും, ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടില്ല, നമുക്ക് കിടക്കാനാണെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങളെ മാത്രമാണ് അവർ എന്ത് ചെയ്യുന്നത്? ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. അതേസമയം ക്ലിനിക്കൽ സേവനങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ ഹൗസ് സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. അപ്പൊ അവിടുത്തെ ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു നോക്കി. അവിടെ നമ്മൾ പറഞ്ഞു 30 or less than 30 ബെഡ്സ് സ്മോളിൽ അല്ലെ. മിഡ് സൈസിൽ നമ്മൾ എത്രയാണ് വരുന്നത്? 30 to 100 ബെഡ്സ്. പിന്നെ അവിടെ രണ്ടാമത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? ദേ ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ്. ഇവിടെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പറയാം അല്ലെ. ദേ ഹാവ് മോർ റിസോഴ്സ് ദാൻ ദ സ്മോൾ ഹോസ്പിറ്റൽ ബട്ട് സോ കോംപ്രിഹെൻസീവ് ആസ് ദ ലാർജ് ഹോസ്പിറ്റൽസ്. ഓക്കെ. പിന്നെ അവിടെ നമ്മൾ എന്താ പറഞ്ഞത്? എമർജൻസി കെയർ ആൻഡ് ഇന്റൻസീവ് കെയർ ആർ വെരി ബേസിക് ലെവൽ. ഇവിടെ അങ്ങനെയാണോ? ബേസിക് ലെവൽ ആണോ? അല്ല. എമർജൻസി ആൻഡ് ഇന്റൻസീവ് കെയർ ആർ അറ്റ് റീസണബിൾ ലെവലാണ് അല്ലെ, കുറച്ചും കൂടെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു കെയർ ആണ് അവര് കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ അവിടെ എന്താ പറഞ്ഞത്? ദേ ഔട്ട്സോഴ്സ് ഓൾ സർവീസസ്. സ്മോൾ ഹോസ്പിറ്റൽ അങ്ങനെയായിരുന്നു അല്ലെ. ദേ ഔട്ട്സോഴ്സ് ഓൾ സർവീസസ്. എല്ലാ സേവനങ്ങളും അവർ എന്ത് ചെയ്യാണ്? പുറത്തോട്ട് എഴുതാണ്. പക്ഷെ മിഡിലോട്ട് വരുമ്പോ എങ്ങനെയാണ്? ക്ലിനിക്കൽ സർവീസസ് പ്രൊവൈഡഡ് ആസ് എ ഇൻ ഹൗസ് സർവീസ് ബട്ട് നോൺ ക്ലിനിക്കൽ സർവീസസ് ആണ് അവർ പ്രൊവൈഡഡ് ഔട്ട്സോഴ്സ് ആയിട്ട് അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ വിപുലമായിട്ടുള്ളത് അർത്ഥമാണ് കേട്ടോ, സമഗ്രമായിട്ടുള്ളത്, വിപുലമായിട്ടുള്ളത് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. വളരെ വലിയ കെയർ ഒന്നും അവർ കൊടുക്കുന്നില്ലല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണ്? ഇത്രയും പോയിന്റുകള് പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് കേട്ടോ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലാർജ് ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ, വലിയ ഹോസ്പിറ്റൽസ് ആണ്. അപ്പൊ ഇതേപോലെ പോയിന്റ് നമുക്ക് കമ്പയർ ചെയ്ത് പറയാം. ഒന്നാമത്തെ എന്താണ്? ഹോസ്പിറ്റൽസ് വിത്ത് മോർ ദാൻ 100 ബെഡ്സ് ആണ് ഒന്നാമത്തെ പോയിന്റ് അല്ലെ. നമ്മള് ബെഡുകളുടെ എണ്ണം വെച്ചിട്ടല്ലേ സൈസ് പറയുന്നേ. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണ്? മോർ ദാൻ 100 ബെഡ്സ് അല്ലെ. 100 ബെഡുകളിൽ കൂടുതലുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മള് ലാർജ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും? റിസോഴ്സ് എങ്ങനെയായിരിക്കും? വെരി ഓഫൺ ദീസ് ഹോസ്പിറ്റൽസ് ഓഫർ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസസ് അല്ലെ. കാര്യം എന്താണ്? ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും എന്താണ്? അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ആയിരിക്കും അല്ലെ. മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളായിരിക്കും ഇത്തരം ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നോക്കൂ, large hospitals have a plentiful resources to handle large number of patients and complex health issues. അപ്പൊ ഇവരുടെ റിസോഴ്സ് എങ്ങനെയാണ്? They have plentiful resources അല്ലെ. ധാരാളമായിട്ട് അവർക്ക് എന്തുണ്ട്? റിസോഴ്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെന്താണ്? They typically have completely developed ICU, operation theatre complex, emergency care units and all other clinical supports unit such as laboratory and radiology. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഏതെങ്കിലും സേവനങ്ങൾ അവർക്ക് ഔട്ട്സോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരുമോ? ഏതെങ്കിലും സേവനങ്ങൾ അവർക്ക് ഔട്ട്സോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ലാർജ് ഹോസ്പിറ്റൽ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? പുറത്തേക്ക് എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല. കാര്യം എന്താണ്? ഓൾ സർവീസസ് ആർ പ്രൊവൈഡഡ് ആസ് ഇൻ ഹൗസ് സർവീസ് അല്ലെ. എല്ലാ സേവനങ്ങളും അവർ എന്തായിട്ടാണ്? ആ ഹോസ്പിറ്റലിൽ തന്നെ അവര് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.
ഓക്കെ, മനസ്സിലായോ? ഇത്രയുള്ള വ്യത്യാസങ്ങൾ കേട്ടോ. അപ്പൊ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചൊന്ന് നോക്കിയേ, എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ കാര്യങ്ങള്. സൈസ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ്. ഒന്നാമത്തെ പോയിന്റ് അതാണ് കേട്ടോ. ഇനി സൈസിനെ ബേസ് ചെയ്ത് നമ്മൾ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്? 3 ക്ലാസിഫൈ ചെയ്തത്. ഇതൊക്കെയാണ് സ്മോൾ ഹോസ്പിറ്റല്, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ്, ലാർജ് ഹോസ്പിറ്റൽസ്. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് മാത്രം പറയാം. സ്മോൾ ഹോസ്പിറ്റൽ എങ്ങനെയായിരുന്നു? ബെഡ്സിന്റെ എണ്ണം എത്രയാണ്? 30 ഓർ ലെസ് ദാൻ 30. മിഡ് സൈസിൽ എത്രയാണ്? 30 to 100 ബെഡ്സ് അല്ലെ. പിന്നെ ലാർജ് ഹോസ്പിറ്റൽ എന്താണ്? മോർ ദാൻ 100 ബെഡ്സ്, 100 ബെഡിൽ കൂടുതലുണ്ട്. ഇനി റിസോഴ്സിന്റെ പോയിന്റ് വെച്ച് പറയാം. സ്മോൾ ഹോസ്പിറ്റൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ദേ ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ്. അതേസമയം മിഡിൽ എങ്ങനെയാണ്? കമ്പയർ ചെയ്യുന്നത് അല്ലെ. ദേ ഹാവ് മോർ റിസോഴ്സ് ദാൻ ദി സ്മോൾ ഹോസ്പിറ്റൽ ബട്ട് സോ കോംപ്രിഹെൻസീവ് ആസ് ദ ലാർജ് ഹോസ്പിറ്റൽ അല്ലെ. സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും കൂടുതലാണ്, പക്ഷെ ലാർജ് ഹോസ്പിറ്റലിന്റെ അത്ര വിപുലമില്ല അല്ലെ. അതല്ലേ അതിന്റെ അർത്ഥം. പിന്നെ ലാർജ് ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ദേ ഹാവ് എ പ്ലെന്റിഫുൾ റിസോഴ്സസ് അല്ലെ. ധാരാളമായിട്ട് റിസോഴ്സ് ഉണ്ട്. അപ്പൊ തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലെ, സ്മോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ലിമിറ്റഡ് റിസോഴ്സ് ആയതുകൊണ്ട് തന്നെ they do not offer the highly end care. വലിയൊരു പരിചരണം അവർക്ക് കൊടുക്കാൻ പറ്റും? ഇല്ല. അതേസമയം മിഡിലാവുമ്പോൾ എങ്ങനെയാണ്? they can offer റീസണബിൾ ലെവൽ ഓഫ് കെയർ അല്ലെ. കുറച്ചുകൂടി ഒരു റീസണബിൾ ലെവൽ ഓഫ് കെയർ അവർക്ക് കൊടുക്കാൻ പറ്റും. ലാർജ് ഹോസ്പിറ്റൽ എങ്ങനെയാണ്? they provided highly end care അല്ലെ. വലിയൊരു ഉയർന്ന പരിചരണം അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ സ്മോൾ ഹോസ്പിറ്റലിൽ നമ്മൾ എന്താ പറഞ്ഞത്? അതായത് എമർജൻസി കെയർ ആൻഡ് ഇന്റൻസീവ് കെയർ ആർ അറ്റ് വെരി ബേസിക് ലെവലാണ് അല്ലെ. മിഡ് സൈസിൽ നമ്മൾ എന്താ പറയുന്നത്? എമർജൻസി കെയർ ആൻഡ് ഇന്റൻസീവ് കെയർ ആർ അറ്റ് റീസണബിൾ ലെവലായിരുന്നു. ലാർജ് ഹോസ്പിറ്റലിൽ എങ്ങനെയാണ്? ദേ ഓഫർ ദ ഹൈലി എൻഡ് കെയർ. നമ്മൾ പറഞ്ഞാൽ എല്ലാം അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ലാർജ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയുള്ള സേവനങ്ങളാണ് സ്മോൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്? ദേ ഔട്ട്സോഴ്സ് ഓൾ സർവീസസ്. എല്ലാ സേവനങ്ങളും, അത് ക്ലിനിക്കൽ ആയിക്കോട്ടെ നോൺ ക്ലിനിക്കൽ ആയിക്കോട്ടെ, എല്ലാ സർവീസും അത് എന്ത് ചെയ്യാണ്? ഔട്ട്സോഴ്സ് ചെയ്യാണ്. എവിടെ? സ്മോൾ ഹോസ്പിറ്റലില്. പക്ഷെ മിഡിൽ നമ്മൾ എന്താ പറഞ്ഞത്? ക്ലിനിക്കൽ സർവീസസ് പ്രൊവൈഡഡ് ആസ് ഇൻഹൗസ് സർവീസ് അല്ലെ. ഇപ്പൊ റേഡിയോളജി, ഫാർമസി പോലുള്ള ക്ലിനിക്കൽ സേവനങ്ങൾ ഇൻഹൗസ് സർവീസ് ആണ്. ദേ എന്താണ്? നോൺ ക്ലിനിക്കൽ സർവീസസ് ആണ് അവര് പ്രൊവൈഡഡ്, ഔട്ട്സോഴ്സ് ആയിട്ട് അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. ലാർജ് ഹോസ്പിറ്റലിൽ എങ്ങനെയാണ്? they provided all services ഇൻഹൗസ് സർവീസ് ആയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഒന്നും പുറത്തോട്ട് എഴുതണ്ട, എല്ലാം ആ ഹോസ്പിറ്റലിൽ തന്നെ അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയുള്ള അതിനകത്ത് പഠിക്കാനുള്ള പോയിന്റ്സ്. ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി വായിച്ചു നോക്കിയാൽ മതി കേട്ടോ, മനസ്സിലാവും. അപ്പൊ നമ്മള് സൈസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ കണ്ടത്. അപ്പൊ ഫസ്റ്റത്തെ ഫാക്ടർ കഴിഞ്ഞു കേട്ടോ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് രണ്ടാമത്തെ ഫാക്ടർ ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ ഫാക്ടർ നമ്മൾ എന്താ പറഞ്ഞത്? ലെവൽ ഓഫ് കെയർ ആണ് അല്ലെ. പരിചരണത്തിന്റെ നിലവാരമാണ് അല്ലെ. പരിചരണത്തിന്റെ നിലവാരത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും ഹോസ്പിറ്റലിന്റെ 3 നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സൈസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തത് അല്ലെ. അതുപോലെ നമ്മൾ എന്താണ്? ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്തിട്ടും 3 ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയാണത്? ഒന്ന് പ്രൈമറി കെയർ കേട്ടോ. ഒന്നാമത്തെ എന്താണ്? പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ്. രണ്ടാമത്തത് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ്. മൂന്നാമത്തത് ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽസ്. നമ്മൾ പറയില്ലേ, പ്രാഥമിക പരിചരണം, ദ്വിതീയ പരിചരണം, തൃതീയ പരിചരണം അങ്ങനെയുള്ളത് കേട്ടോ. അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് എക്സാമ്പിളുകളാണ് കേട്ടോ. നമ്മളെല്ലാം ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെയുള്ള എക്സാമ്പിളുകളാണ് നമ്മൾ അവിടെ നോക്കി കാണുന്നത് കേട്ടോ. അതാണ് മെയിൻ ആയിട്ട് അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. എക്സാമ്പിൾ ആണ് അവിടെ പഠിക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ വായിക്കാൻ നമുക്ക് ലെവൽ ഓഫ് കെയർ. അനദർ ബേസിസ് ഓഫ് ക്ലാസിഫൈങ് ഹോസ്പിറ്റൽസ് ഈസ് ലെവൽ ഓഫ് കെയർ which are basically 3: primary care, secondary care and tertiary care കേട്ടോ. ഒന്നാമത്തെ നോക്കാം, പ്രൈമറി കെയർ ആണ്. പ്രൈമറി കെയറിൽ പറയുന്നത് നോക്കാം, the hospitals that provide basic medical care such as the outpatient consultation, vaccination and medicine for the simple ailment or seasonal infection, normal deliveries etc. are called primary care hospitals.
അപ്പൊ നമ്മൾ പ്രൈമറി കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കാം? നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ ഓർത്താൽ മതി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളില്ലേ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ പോവാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല അല്ലെ? നമുക്ക് അറിയാവുന്നതാണ്. അത് തന്നെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. അവിടെ എങ്ങനെയാണ് കൊടുക്കുന്നത്? ബേസിക് മെഡിക്കൽ കെയർ മാത്രമല്ല അവിടെ കൊടുക്കുന്നത്. അതായത് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ അല്ലെ? ഡോക്ടറിന് പുറത്ത് ഡോക്ടേഴ്സിനെ വന്ന് കാണാൻ നമുക്ക് വലിയ വലിയ അസുഖങ്ങളല്ല, എന്നാലും ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ നമുക്ക് കൺസൾട്ട് ചെയ്യാം അല്ലെ ഡോക്ടേഴ്സിന്. അതുപോലെ വാക്സിനേഷൻ കൊടുക്കാറില്ലേ അവിടെ? പ്രത്യേകിച്ച് കുട്ടികൾക്കും വലിയ ആളുകൾക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ള വാക്സിനേഷൻ സൗജന്യമായിട്ട് തന്നെ എവിടെ കൊടുക്കുന്നുണ്ട്? നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ കൊടുക്കുന്നുണ്ട് അല്ലെ? പിന്നെന്താണ്? മെഡിസിൻ ഫോർ ദ സിമ്പിൾ എയിൽമെന്റ്. എയിൽമെന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഡിസീസ് എന്നാണ് കേട്ടോ. ഓർത്ത് വെക്കുന്നോട്ടെ, എയിൽമെന്റ് കേട്ടോ. എയിൽമെന്റ് മീൻസ് ഡിസീസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ, അസുഖം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അതോ സിമ്പിൾ എയിൽമെന്റ് സീസണൽ ഇൻഫെക്ഷൻ, നമുക്ക് സീസണൽ ആയിട്ട് വരുന്നത് ചുമ, പനി, അല്ലെങ്കിൽ ത്രോട്ട് പെയിൻ, അങ്ങനെയൊക്കെ നമുക്ക് സീസണൽ ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻ, അങ്ങനെയുള്ള എന്താ ബേസിക് മെഡിക്കൽ കെയർ ആണ് ഇത്തരം ഹോസ്പിറ്റലുകളിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോർമൽ ഡെലിവറി. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും നോർമൽ ഡെലിവറി ഒക്കെ ഇപ്പൊ വല്ല പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നടക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? ഓക്കെ, പണ്ട് കാലത്തെ കാര്യമാണ് പറയുന്നത്. ഇന്നിപ്പോ എല്ലാ ഡെലിവറിയും നല്ല നല്ല ഹോസ്പിറ്റലുകളിലാണ്, കാരണം കോംപ്ലിക്കേഷൻസ് ഒക്കെ കൂടുതലായിട്ടുണ്ട് അല്ലെ? പക്ഷെ പണ്ട് നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല അല്ലെ? അതൊക്കെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ ചെയ്യുമായിരുന്നു കേട്ടോ. എയിൽമെന്റ് എന്ന് പറഞ്ഞാല് രോഗം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അസുഖം കേട്ടോ. എയിൽമെന്റ് കേട്ടോ. എയിൽമെന്റ് മീൻസ് അസുഖം എന്നാണ് അർത്ഥം. നമ്മള് ഡിസീസ് എന്ന് പറയില്ലേ, അതിനൊരു പുതിയൊരു വാക്കാണ് കേട്ടോ. പുതിയ വാക്കല്ല, പഠിച്ചു വെച്ചാൽ മതി എയിൽമെന്റ് കേട്ടോ. ഓക്കെ, അത്രയുള്ളൂ ആർക്കോൾഡ് പ്രൈമറി കെയർ ഹോസ്പിറ്റൽ. ഇനി എക്സാമ്പിൾ പഠിച്ചു വെക്കുക കേട്ടോ. നമ്മൾ ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെയാണ് എല്ലാ എക്സാമ്പിളും പഠിക്കുന്നത്. ഇൻ ഗവൺമെന്റ് സിസ്റ്റം എന്താണ് എക്സാമ്പിള്? പ്രൈമറി ഹെൽത്ത് സെന്റർ അഥവാ PHC. അപ്പൊ നിങ്ങള് PHCയുടെ ഫുൾ ഫോമും കൂടെ അതിനോടൊപ്പം പഠിച്ചു പോകണം കേട്ടോ. എന്താണ് പ്രൈമറി ഹെൽത്ത് സെന്റർ? മിക്കവർക്ക് അറിയുന്നുണ്ടായിരിക്കും. പ്രൈമറി ഹെൽത്ത് സെന്റർ കേട്ടോ. PHC ആർ ദ ഹോസ്പിറ്റൽസ് ദാറ്റ് പ്രൊവൈഡ് ദ പ്രൈമറി കെയർ. അപ്പൊ പ്രൈമറി കെയർ കൊടുക്കുന്നതിന് പ്രൈമറി കെയർ ഹോസ്പിറ്റലിന് ഏറ്റവും നല്ല ടിപ്പിക്കൽ എക്സാമ്പിൾ ഏതാണ്? PHC ആണ് കേട്ടോ. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ് കേട്ടോ. പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് ആർ ദ സിമ്പിൾ ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. നമുക്കറിയാലോ, പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാൽ ചെറിയ ഓർഗനൈസേഷൻ ആണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ പരിചരണങ്ങൾ മാത്രമേ ഇത്തരം ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ, അടുത്തത് എക്സാമ്പിൾ പഠിക്കാം കേട്ടോ. പ്രൈമറി കെയർ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ചോദിച്ചാൽ PHC ആണ് അതിന്റെ എക്സാമ്പിൾ കേട്ടോ. രണ്ടാമത്തത് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ. അപ്പൊ നമ്മള് സൈസ് പറഞ്ഞിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പറഞ്ഞില്ല, അതുപോലെ തന്നെ ഇവിടെ ഒരു കമ്പാരിസൺ പറയണം കേട്ടോ. സെക്കൻഡറി കെയർ നോക്കാം. ദീസ് ആർ ദ ഹോസ്പിറ്റൽസ് ദാറ്റ് ഓഫർ മെഡിക്കൽ കെയർ വിച്ച് ഈസ് വൺ ലെവൽ ഹയർ ദാൻ പ്രൈമറി കെയർ അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞ പ്രൈമറി കെയറിനേക്കാളും ഒരു പടി മുന്നിൽ കുറച്ചുകൂടെ ഒരു കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ നമ്മൾ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയുള്ള സേവനങ്ങളാണ് ഇത്തരം ഹോസ്പിറ്റലുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? സച്ച് ഹോസ്പിറ്റൽസ് വിൽ ഓഫർ ദ ട്രീറ്റ്മെന്റ് സച്ച് ആസ് ജനറൽ സർജറി, നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറീസ്, ബേസിക് ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയർ, സിസേറിയൻ ഡെലിവറി എക്സെട്ര. ഓക്കെ, ക്ലിയർ ആയോ? അതായത് കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഇവിടെ കൊടുക്കും അല്ലെ? പ്രത്യേകിച്ച് ജനറൽ സർജറികള്, അതുപോലെ നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറികൾ, അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറി എന്ന് പറഞ്ഞാൽ മൈനർ സർജറികളൊക്കെ. ഇപ്പൊ എന്തെങ്കിലും ഒരു ഡെന്റൽ റീസ്റ്റോറേഷൻ സർജറികൾ പല്ലിലൊക്കെ ചെയ്യില്ലേ, അതുപോലെ നമ്മുടെ എന്താ പറയാ ലാപ്രോസ്കോപ്പിക് ഒക്കെ ഇല്ലേ, അതായത് താക്കോൽദ്വാര ശസ്ത്രക്രിയകള്, അതൊക്കെ പറയുന്നത് വലിയ ഓപ്പൺ സർജറികളൊന്നുമല്ല, വളരെ മൈനർ ആയിട്ടൊക്കെ നടത്തുന്ന സർജറികൾ. അത്തരത്തിലുള്ള വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലാത്ത സർജറികളൊക്കെ ഇത്തരം ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നത് ബേസിക് ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയർ. ബേസിക് ഇന്റൻസീവ് കെയർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ പറയുന്ന ഹാർട്ട് റേറ്റ് നോക്കുക, ബ്ലഡ് പ്രഷർ നോക്കുക, ഓക്സിജൻ സാച്ചുറേഷൻ, അപ്പൊ ആ രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ എന്താ പറയുക സേവനങ്ങള്. പിന്നെ സിസേറിയൻ ഡെലിവറി അല്ലെ? സിസേറിയൻ ഡെലിവറീസ് ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. നോർമൽ ഡെലിവറി നമ്മൾ പറഞ്ഞത് പ്രൈമറി കെയറിലാണ് കേട്ടോ. സിസേറിയൻ ഡെലിവറി എവിടെയൊക്കെയാണ്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റലുകളിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾ പഠിക്കണം അല്ലെ? എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഗവൺമെന്റ് സിസ്റ്റം ഏതാണ്? എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കാം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ.
CHC നമ്മൾ പറയില്ലേ താലൂക്ക് ആശുപത്രി എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ് കേട്ടോ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അതിന്റെ ഫുൾ ഫോം കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. CHCന്റെ ഫുൾ ഫോം എന്താണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കേട്ടോ, താലൂക്ക് ആശുപത്രികള്. പിന്നെ എന്താണ്? ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആർ കൺസിഡേർഡ് ആസ് ദ സെക്കൻഡറി കെയർ ലെവൽ ഹോസ്പിറ്റൽ. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് CHC അല്ലെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ താലൂക്ക് ആശുപത്രികള്. അതുപോലെ ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളാണ് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അല്ലെ, ജില്ലാ ആശുപത്രികള്. ഇപ്പൊ ഈ ഹോസ്പിറ്റലിലൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഏത് ടൈപ്പ് ഓഫ് കെയർ ആണ്? സെക്കൻഡറി കെയർ ആണ്. അപ്പൊ അതിന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. CHC ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ഡാഷ് ടൈപ്പ് ഓഫ് കെയർ. ഏത് കെയർ ആണ് കൊടുക്കുന്നത്? സെക്കൻഡറി കെയർ ആണ് അവർ കൊടുക്കുന്നത്. ഇതൊക്കെയാണ് എക്സാമ്പിള്. CHC, അതുപോലെ തന്നെ ഡിവിഷണൽ ഹോസ്പിറ്റൽസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അല്ലെ, ജില്ലാ ആശുപത്രികള്. ശരിക്കും പറഞ്ഞ ഒരു താലൂക്ക് ആശുപത്രിക്കും ജില്ലാ ആശുപത്രിക്കും ഇടയിൽ കിടക്കുന്നതാണ് ഡിവിഷണൽ ഹോസ്പിറ്റൽ കേട്ടോ. ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്ന് പറയും. ഇപ്പൊ നമ്മൾ CHC ഇല്ലേ, കമ്മ്യൂണിറ്റി, അത് താലൂക്ക് ആശുപത്രികൾ. അത് ഏകദേശം പറഞ്ഞാൽ ഒരു നമ്മുടെ ഒരു ഏകദേശമാണ് പറയുന്നത് 1,30,000 ആളുകളെയൊക്കെ, അത്രയും പോപ്പുലേഷനൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് CHC എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു 4 അല്ലെങ്കിൽ 5 പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ കൂടുന്നതാണ് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്, താലൂക്ക് ആശുപത്രി. ഓക്കെ, അതായത് ഇപ്പൊ പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയുമ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഓരോ വാർഡിലും ഉണ്ടായിരിക്കും. ഓരോ വാർഡുകളിലും ഓരോ പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു 4 or 5 പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ കൂട്ടുന്നതാണ് CHC എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത്. അത് ഏകദേശം കുറച്ചുകൂടി വലുതായിരിക്കുമല്ലോ. ഒരു 1,20,000 30,000 ആളുകൾക്കൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു എന്താ പറയുക ഹോസ്പിറ്റലാണ്. അതിനേക്കാളും കുറച്ചും കൂടെ പോപ്പുലേഷന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് ഡിവിഷണൽ ഹോസ്പിറ്റൽ. ഓക്കെ, സബ് ഡിസ്ട്രിക്ട് എന്നൊക്കെ നമ്മൾ പറയും. ജില്ലാ ആശുപത്രി എന്ന് പറയുമ്പോഴോ, ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കുറച്ചുകൂടെ വലുതാണ്, കുറെ കൂടെ ആളുകൾക്ക്. ജില്ലാ ആശുപത്രിയാണ് ആ ജില്ലയില് പ്രധാന അത്രയുള്ള പോപ്പുലേഷന് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഫെസിലിറ്റികളുള്ള ആശുപത്രി, ജില്ലാ ആശുപത്രി. അപ്പൊ ഇത് മൂന്നും എന്തിന് എക്സാമ്പിൾ ആണ്? സെക്കൻഡറി കെയർ ലെവൽ ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. CHC, ഡിവിഷണൽ ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സെക്കൻഡറി കെയർ ആണ് കേട്ടോ. ഓക്കെ, അത്രയും മനസ്സിലാക്കിയാൽ മതി. പിന്നെ വരുന്നത് നോക്കുക, സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ആർ ബെറ്റർ റിസോഴ്സ്ഡ് ദാൻ ദ പ്രൈമറി ഹോസ്പിറ്റൽസ് ആൻഡ് ക്യാൻ ഹാൻഡിൽ എ ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസസ്. കമ്പാരിസൺ ആണ് പറയുന്നത്, കുറെ കൂടി റിസോഴ്സ് ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈമറി കെയർ ഹോസ്പിറ്റലുകൾ കൊടുക്കുന്നതിനേക്കാളും കുറെ കൂടെ നല്ല പരിചരണങ്ങൾ കൊടുക്കാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റലുകൾക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നോക്കിയേ, ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Most of the small and mid-sized private hospitals described in the earlier section generally offer the secondary care. കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നമ്മൾ നേരത്തെ സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് പറഞ്ഞിരുന്നു? അതായത് സ്മോൾ ഹോസ്പിറ്റല്, പിന്നെന്താ മിഡ് സൈസിലൊക്കെ നമ്മൾ പറഞ്ഞില്ല. അപ്പൊ അതിൽ പറഞ്ഞിട്ടില്ല സ്മോൾ ഹോസ്പിറ്റൽസും മിഡ് സൈസില് പ്രൈവറ്റ് ഹോസ്പിറ്റൽസും കൂടുതൽ എങ്ങനെയുള്ള പരിചരണമാണ് കൊടുക്കുന്നത്? സെക്കൻഡറി കെയർ ആണ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അതങ്ങനെ തന്നെ എടുത്ത് പലത്തിൽ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. സ്മോൾ ആൻഡ് മിഡ് സൈസില് ഹോസ്പിറ്റല് എങ്ങനെയാണ് ഓഫർ ചെയ്യുന്നത്? ഏത് ടൈപ്പ് ഓഫ് കെയർ ആണ്? സെക്കൻഡറി കെയർ ആണ് കേട്ടോ. കൂടുതലും മുഴുവൻ നല്ല പറഞ്ഞത്, മെജോറിറ്റി എടുക്കുകയാണെങ്കിൽ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത് സെക്കൻഡറി കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് മൂന്നാമത്തത് ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ ആണ് കേട്ടോ. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഏറ്റവും അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ആയിരിക്കും അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. These are the hospitals with the most advanced level of care. ഓക്കെ, ഏറ്റവും അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ കൊടുക്കുന്നതാണ് ടെർഷ്യറി കെയർ എന്ന് പറയുന്നത്. Generally, they offer super specialty care which is required in the field of cardiac, neuro, nephro, cancer, etc. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ കാർഡിയാക് എന്ന് പറയുമ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള കെയർ കൊടുക്കുന്നുണ്ട്. ന്യൂറോ ആവുമ്പോൾ നെർവ്സ് അല്ലെ, ന്യൂറോൺസ്, നാഡി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിചരണം കൊടുക്കും. നെഫ്രോ ആവുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അതുപോലെ തന്നെ ക്യാൻസർ, അങ്ങനെ ഓരോന്നിനും സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലുകളായിരിക്കും അല്ലെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്സാമ്പിൾ ആണ്
tertiary care hospitals will have the most advanced equipments and doctors level of qualification and expertise. The operation theaters and ICU of such hospitals will typically be state of art. അല്ലെ, അപ്പൊ ഇത്തരം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒത്തിരി എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ ഒക്കെ സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്റർ ICU എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ആർട്ട്. അതൊരു പ്രയോഗമാണ്. അതായത് സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് വെച്ചാൽ അത്രയും അത്യാധുനിക സാങ്കേതിക വിദ്യയോട് കൂടിയിട്ടുള്ള സൗകര്യങ്ങളായിരിക്കും ഇത്തരം ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുക. അല്ലെ, എക്സാമ്പിൾ എന്താണ്? In government system, medical college hospitals are the tertiary care level. Underline ചെയ്യാം കേട്ടോ. tertiary care level ഏറ്റവും നല്ല എക്സാമ്പിൾ ഏതാണ്? മെഡിക്കൽ കോളേജ് ആണ് കേട്ടോ. മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അറിയാലോ അത്ര അഡ്വാൻസ്ഡ് ആണ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയാണ് അല്ലെ. ഡോക്ടേഴ്സ്, നഴ്സൊക്കെ പഠിക്കുന്ന കുട്ടികളും എല്ലാവരും ഉണ്ട്. എല്ലാ എക്സ്പെർട്ട് ആയിട്ടുള്ള പ്രൊഫസർമാരും എല്ലാവരും അടങ്ങുന്ന ഒരു ഹോസ്പിറ്റലാണ് അല്ലെ മെഡിക്കൽ കോളേജ്. അപ്പൊ അത്രയേ ഉള്ളൂ അതിനകത്ത് മനസ്സിലാക്കാൻ. അപ്പോ നമ്മുടെ ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്തുകൊണ്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്: പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെർഷ്യറി കെയർ. ഓക്കെ, പ്രൈമറി കെയറിന് എക്സാമ്പിൾ ഏതാണ്? PHC, പ്രൈമറി ഹെൽത്ത് സെന്റർ അഥവാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ. ഓക്കെ, പിന്നെ സെക്കൻഡറി കെയറിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? CHC, അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഡിവിഷണൽ ഹോസ്പിറ്റല്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. എക്സാമ്പിൾ പഠിക്കാം കേട്ടോ. മൂന്നാമത്തത് ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ. എക്സാമ്പിൾ ഏതാണ്? മെഡിക്കൽ കോളേജ്. ഓക്കെ, മെഡിക്കൽ കോളേജ് എങ്ങനെയുള്ള കെയർ ആണ് കൊടുക്കുന്നത്? ടെർഷ്യറി കെയർ ആണ് കൊടുക്കുന്നത്. അത്രയും അടുത്ത് മനസ്സിലാക്കി കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആയോ? അടുത്തത് അപ്പൊ രണ്ടാമത്തെ ഫാക്ടർ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ പഠിക്കാനുള്ളത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് ആണ് കേട്ടോ. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് ആണ്. അതായത് നമ്മൾ പറയുമല്ലോ ഓരോ ഹോസ്പിറ്റലും അവര് ഫോക്കസ് ചെയ്യുന്ന ചില സ്പെഷ്യാലിറ്റികളുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ഏറ്റവും എളുപ്പം നമുക്കറിയാവുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. സിംഗിൾ സ്പെഷ്യാലിറ്റി എന്നും മൾട്ടി സ്പെഷ്യാലിറ്റി എന്നും ക്ലാസിഫൈ ചെയ്യാം. ഇതാണ് തരത്തിരിക്കുന്നത്. സിംഗിൾ സ്പെഷ്യാലിറ്റി എന്നും മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി എന്നും. സിംഗിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരേ ഒരു കാര്യത്തിന് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരേ ഒരു സ്പെഷ്യാലിറ്റിക്ക് മാത്രമായിരിക്കും അവരവിടെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും അല്ലെ. മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിൽ കൂടുതൽ സ്പെഷ്യാലിറ്റികൾക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അത് തന്നെയാണ് എന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. വായിക്കാം കേട്ടോ. ഹോസ്പിറ്റൽസ് ക്യാൻ ആൾസോ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി they offer. For example നോക്കാം കേട്ടോ. ഹോസ്പിറ്റൽസ് വിച്ച് ഓഫർ കാർഡിയാക് കെയർ ആർ ക്ലാസിഫൈഡ് ആസ് എ കാർഡിയക് ഹോസ്പിറ്റൽ. വിച്ച് പ്രൊവൈഡ് ക്യാൻസർ കെയർ ആർ ക്ലാസിഫൈഡ് ആസ് എ ഓങ്കോ ഹോസ്പിറ്റൽ. അല്ലെ, നമുക്കറിയാം ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കൂടുതൽ പരിചരണം കൊടുക്കുന്നതിന് നമ്മൾ പറയും കാർഡിയാക് ഹോസ്പിറ്റൽ അല്ലെ. ഇനി ക്യാൻസർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ നമുക്ക് എന്താ പറയാ? ഓങ്കോ ഹോസ്പിറ്റൽ അല്ലെ. ഓങ്കോളജി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിക്കും, ക്ലിയർ ആവും കേട്ടോ. ഓങ്കോളജി അല്ലെ, ക്യാൻസർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളാണ്. അപ്പൊ നോക്കി, ഹോസ്പിറ്റൽ ക്യാൻ ഓഫർ one or more speciality, namely single speciality or a multi-speciality hospital. അപ്പൊ നമ്മുടെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതൊക്കെയാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ. ഒന്ന് സിംഗിൾ സ്പെഷ്യാലിറ്റി, മറ്റൊന്ന് മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി. സിംഗിൾ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നമുക്ക് കണ്ണാശുപത്രികളൊക്കെ പറയാം അല്ലെ. കണ്ണാശുപത്രികൾ പറയാച്ചാൽ അവിടെ കണ്ണിന് മാത്രമാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. അതിനെ മാത്രം കണ്ണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളെയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്പെഷ്യാലിറ്റി ആയിരിക്കും അല്ലെ. അതേസമയം മൾട്ടിപ്പിൾ കൃഷ്ണപ്രിയ കറക്റ്റ് ആണ്. ഡെന്റൽ ഹോസ്പിറ്റലും എക്സാമ്പിൾ ആണ് കേട്ടോ. ഡെന്റൽ സംബന്ധമായിട്ടുള്ള എല്ലാതും അതിനകത്ത് വരുന്നുണ്ട് അല്ലെ. അതേസമയം മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ഇപ്പൊ നമ്മൾ എറണാകുളത്ത് രാജീവ് ഹോസ്പിറ്റല് അല്ലെങ്കിൽ ആശ്രം മെഡിസിൻ, ഇതൊക്കെ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് അവിടെ സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്നുണ്ട്. അവിടെ തന്നെ കാർഡിയോളജി ഉണ്ടാവും, നെഫ്രോളജി ഉണ്ടാവും, ന്യൂറോളജി ഉണ്ടായിരിക്കും, അതുപോലെ പൾമണോളജി ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ കാര്യത്തിനും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള അപ്പൊ അത്തരം ഹോസ്പിറ്റലാണ് നമുക്ക് എന്ത് പറയാം? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയാം. ഓക്കെ, അത് തന്നെയാണ് എന്റെ ക്ലാസിഫിക്കേഷൻ കേട്ടോ. ഇനി നോക്കാം. Also depending upon the speciality that a hospital offers, the type of resources and its organization is determined. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ഓരോ ഹോസ്പിറ്റലുകളും അവർ ഓഫർ ചെയ്യുന്ന സ്പെഷ്യാലിറ്റി എന്താണോ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ റിസോഴ്സുകൾ ആയിക്കോട്ടെ ആ ഒരു ഓർഗനൈസേഷൻ ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്.
എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓരോ ഹോസ്പിറ്റൽ നമുക്ക് ഒരു കാർഡിയാക് ഹോസ്പിറ്റൽ എക്സാമ്പിൾ നോക്കിയേ. എ കാർഡിയാക് ഹോസ്പിറ്റൽ വിൽ നീഡ് കാത്ത് ലാബ് ആൻഡ് കാർഡിയാക് ഐസിയു while an onco hospital will require radiation therapy unit. അല്ലെ, ഇപ്പൊ ഒരു കാർഡിയാക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അത്തരം ഹോസ്പിറ്റലിന് എന്തൊക്കെ റിസോഴ്സ് ഉണ്ടായിരിക്കണം? ഒരു കത്തീറ്റർ ലാബ് ഉണ്ടായിരിക്കണം, ഒരു കാർഡിയാക് ICU ഉണ്ടായിരിക്കണം. കത്തീറ്റർ ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ആൻജിയോപ്ലാസ്റ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ, ആൻജിയോഗ്രാം ഒക്കെ നമ്മൾ ചെയ്യില്ലേ, അത്തരത്തില് ചെയ്യാനുള്ളൊരു അതിന്റെ ഒരു ഭാഗമാണ് കേട്ടോ കാത്ത് ലാബ്. കത്തീറ്റർ എന്നാണ് കാത്ത് ലാബ് എന്നാണ് പറയുക കേട്ടോ. അതുപോലെ കാർഡിയാക് ICU അങ്ങനെയുള്ള റിസോഴ്സുകളെല്ലാം അവിടെ വേണ്ടത്. ആ റിസോഴ്സ് എടുത്തൊരു ഓങ്കോ ഹോസ്പിറ്റലിന് വെക്കാൻ പറ്റും, നമുക്ക് ഒരു ക്യാൻസർ ഹോസ്പിറ്റലിന് വെക്കാൻ പറ്റുമോ? ഇല്ല. ക്യാൻസർ ഹോസ്പിറ്റലിൽ ക്യാൻസറിനാണ് അവർ സ്പെഷ്യാലിറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള റിസോഴ്സുകളാണ് വേണ്ടത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഓങ്കോ ഹോസ്പിറ്റൽ വിൽ ഹാവ് റിക്വയർഡ് റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ്. അപ്പൊ ഇത് പറയുന്നത് ഇപ്പൊ ഒരു ഓങ്കോ ഹോസ്പിറ്റൽ ആണെങ്കിൽ ദാറ്റ് വിൽ റിക്വയർ റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ്. ഒരു ഓങ്കോ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യം? ഒരു റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ് ആണ് അവർക്ക് ആവശ്യമായിട്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഓരോ ഹോസ്പിറ്റലുകളും അവർ ഓഫർ ചെയ്യുന്ന സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ റിസോഴ്സുകളാവട്ടെ ആ ഒരു ഓർഗനൈസേഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ ആണോ? അടുത്തത് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്തു. ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും തുടക്കം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പതുക്കെ എടുക്കുന്നത്. കുറച്ചും കൂടെ ആ ട്രാക്കിലോട്ട് വരുമ്പോൾ കുറെ കൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പം മനസ്സിലാവും. തുടക്കം ആയതുകൊണ്ടും ടെക്സ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് പതുക്കെ പറയുന്നത്. ബോറടിക്കുന്നുണ്ടോ എന്നറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് 4ാമത്തെ പോയിന്റ് നോക്കാം. നിങ്ങൾ എപ്പോൾ വിചാരിക്കേണ്ടത് എനിക്ക് അറിയാവുന്ന കാര്യം. ഓക്കെ, 4ാമത്തെ നോക്കാം കേട്ടോ. 4ാമത്തെ ഫാക്ടർ ഇതാണ്, ഓണർഷിപ്പ് കേട്ടോ. ഉടമസ്ഥാവകാശം. ഉടമസ്ഥാവകാശത്തിന് ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്കറിയാവുന്നതാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും അത് തന്നെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ കേട്ടോ. പക്ഷെ ഇതിന്റെ എക്സാമ്പിളുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം ഇതിന്ന് കുറേയധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതിന്ന് കേട്ടോ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓണർഷിപ്പ്. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് hospital can be classified as follows. ഇങ്ങനെയാണ് നമ്മൾ അതിനെ തരംതിരിക്കുന്നത്. ഒന്ന് പബ്ലിക് ഹോസ്പിറ്റലും രണ്ടാമത്തത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. എന്താണ് ക്ലാസിഫിക്കേഷൻ? രണ്ടെണ്ണമാണ്, പബ്ലിക് ഹോസ്പിറ്റൽസും പ്രൈവറ്റ് ഹോസ്പിറ്റൽസും. എന്താണ് പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഗവൺമെന്റ് ആശുപത്രികളാണ് അല്ലെ. ഓക്കെ, ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ ദ ഗവൺമെന്റ് കേട്ടോ. ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള ഗവൺമെന്റിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം അതിൽ വരുന്ന എക്സാമ്പിളുകൾ എന്തൊക്കെയാണ്. ഒന്നാമത്തത് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഇതാണ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് സച്ച് ആസ് എയിംസ്, PGIs എക്സെട്ര. അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അല്ലെ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലുകൾ, അതിനെയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതാണ്? എയിംസ്, PGIs. എയിംസിന്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എയിംസിന്റെ ഫുൾ ഫോം എന്താണ്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നാണ് കേട്ടോ. ഒന്ന് എഴുതി വെച്ചേ. അറിയുന്നവർ എഴുതണ്ട കേട്ടോ, അറിയാത്തവർ മാത്രം എഴുതി വെച്ചാൽ മതി. എയിംസിന്റെ ഫുൾ ഫോം എന്താണ്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. എഴുതി വെച്ചോ? എയിംസ് തന്നിട്ട് എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിക്കും കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആണ്. അറിയാലോ, അറിയുന്നവർ എഴുതണ്ട കേട്ടോ, അറിയാത്തവർ മാത്രം എഴുതി വെച്ചാൽ മതി. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അടുത്തത് PGI. PGI എന്താണ്? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. ഇതാണ് പെച്ചിമർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. PGI എന്ന് മാത്രം ചോദിക്കുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. എയിംസും PGIs. ഓക്കെ,
ക്ലിയർ ആണല്ലോ. രണ്ടാമത്തത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, സംസ്ഥാന ഗവൺമെന്റിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലുകൾ അല്ലെ. നോക്കുക, those managed by the state government such as district hospital കേട്ടോ. ഏതാണ് എക്സാമ്പിൾ പറയുന്നത്? ജില്ലാ ആശുപത്രികൾ കേട്ടോ. ഏതാണ്? ജില്ലാ ആശുപത്രികൾ. ജില്ലാ ആശുപത്രി എന്ന് പറയുമ്പോൾ അത് ഏതിന് കീഴിലുള്ളതാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കേട്ടോ. അതായത് സ്റ്റേറ്റുകളുടെ കീഴിലുള്ളതാണ് കേട്ടോ. those managed by the state government. മൂന്നാമത്തത് മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് ആണ്. താലൂക്ക് ആശുപത്രി എന്നൊക്കെ നമ്മൾ പറയുന്നത് തന്നെ മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കാം. ദോസ് മാനേജ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ ഭരണകൂടം കേട്ടോ. ദോസ് മാനേജ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ ഭരണകൂടം, അതിന്റെ ഉടമസ്ഥാവകാശം, അതിന്റെ കീഴിലുള്ള ഹോസ്പിറ്റൽസ് ആണ് ഇത് മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് കേട്ടോ. അതെടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഡാഷ് ഹോസ്പിറ്റൽസ് ആർ മാനേജ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ ഭരണകൂടം. അപ്പൊ ജില്ലാ എന്താണ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് കണ്ടാൽ അതിന് എക്സാമ്പിൾ ഏതാണ്? മുനിസിപ്പൽ ഹോസ്പിറ്റൽ ആണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് PSU ഹോസ്പിറ്റൽ. PSU എന്താണ്? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് കേട്ടോ. എഴുതി വെക്കാണ്ട്, അറിയാത്തവർ എഴുതി വെച്ചാൽ മതി, അറിയുന്നവർ എഴുതണ്ട കേട്ടോ. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പൊതുമേഖലാ സ്ഥാപനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എഴുതി വെക്കാം കേട്ടോ. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പൊതുമേഖല ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. അതിൽ നോക്കിയേ, ദോസ് മാനേജ്ഡ് ബൈ ദ സ്പെസിഫിക് PSU ലൈക്ക് റെയിൽവേ, കോൾ ഇന്ത്യ ലിമിറ്റഡ് എക്സെട്ര. അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാ? ഇന്ത്യൻ റെയിൽവേ ആണ് അല്ലെ. അപ്പൊ ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. ഓക്കെ, റെയിൽവേ ഹോസ്പിറ്റലുകളുണ്ട്. നമ്മുടെ എറണാകുളത്തുണ്ട്, റീജിയണൽ റെയിൽവേ ഹോസ്പിറ്റലുകളുണ്ട്. ഇത്തരം ഹോസ്പിറ്റലുകളിൽ റെയിൽവേ ജീവനക്കാർക്ക് മാത്രം, സാധാരണക്കാർക്കും പോവാം. പക്ഷെ റെയിൽവേ ജീവനക്കാർക്ക് കുറെ കൂടെ അവിടെ പ്രിവിലേജസ് ഉണ്ട്, ആനുകൂല്യങ്ങളും മറ്റുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള എന്താണ് PSU ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആണ് റെയിൽവേ ഹോസ്പിറ്റലുകള്. കോൾ ഇന്ത്യ ലിമിറ്റഡ്, കേരളത്തിലില്ല, കോൾ ഇന്ത്യയുടെ ആസാമിൽ തോന്നും കേട്ടോ. കോൾ ഇന്ത്യ ലിമിറ്റഡ് അങ്ങനെയൊക്കെ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് കേട്ടോ. അവരുടെ ഉടമസ്ഥാവകാശം ഭരണം അവര് ചെയ്യുന്നു, പക്ഷെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ആണ് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളാണ് ഇതിന് എക്സാമ്പിള്, പബ്ലിക് ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ പബ്ലിക്കിൽ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഓണർഷിപ്പിലുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്, PSU ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇതിന് ഓരോന്നിനും എക്സാമ്പിൾ പഠിക്കണം കേട്ടോ. എയിംസ് ആൻഡ് PGIs എന്ന് പറഞ്ഞാൽ ഇതിന് എക്സാമ്പിൾ ആണ്. പബ്ലിക് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആണെങ്കിലോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണ്. മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് ആരാണ് മാനേജ് ചെയ്യുന്നത്? ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ കേട്ടോ, ജില്ലാ ഭരണകൂടം. എടുത്ത് പഠിക്കണം കേട്ടോ. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, മുനിസിപ്പൽ ഹോസ്പിറ്റല്. പിന്നെ PSU ഹോസ്പിറ്റല്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പൊതുമേഖലാ ഹോസ്പിറ്റലുകൾ. എക്സാമ്പിൾ റെയിൽവേ ഹോസ്പിറ്റലുകൾ, കോൾ ഇന്ത്യ ഹോസ്പിറ്റൽസ് ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലുകൾക്ക് കേരളത്തിലില്ല, പക്ഷേ ഉണ്ട് കേട്ടോ, അവിടെയുണ്ട്. ഓക്കെ, അത്രയാണ് പബ്ലിക് ഹോസ്പിറ്റലിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഉള്ളത് ഏതാണ്? പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ് അല്ലെ. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ് എന്ന് പറഞ്ഞ എന്താണ്? ഹോസ്പിറ്റൽസ് ഓണഡ് ബൈ ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ. ഒന്നില്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികളുടെ പാർട്ട്ണർഷിപ്പിലൊക്കെയുള്ള ഹോസ്പിറ്റലുകളായിരിക്കാം അല്ലെ. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ്. അതിൽ തന്നെ 4 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് കേട്ടോ. ഫോർ പ്രോഫിറ്റ്, ആ പേരിൽ തന്നെ മനസ്സിലാവും, ഫോർ പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അല്ലെ. ലാഭേച്ഛയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസുകളുണ്ട്. എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ദാറ്റ് ഹാവ് ദ ബിസിനസ് പർപ്പസ് അല്ലെ. ബിസിനസ് മൈൻഡോടുകൂടി, ബിസിനസ് പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ലാഭമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ ദാറ്റ് ഹാവ് ദ ബിസിനസ് പർപ്പസ്. പിന്നെ ഇൻഡിവിജ്വൽ ഓർ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ എന്താണ്? ഹോസ്പിറ്റൽ ദാറ്റ് ആർ ഓണഡ് ബൈ ദ ഇൻഡിവിജ്വൽ ഓർ പാർട്ട്ണർഷിപ്പ്, സ്വകാര്യ വ്യക്തികള് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളുടെ പാർട്ട്ണർഷിപ്പിലൊക്കെയുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അത് ഓക്കെ, ഇൻഡിവിജ്വൽ ഓർ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽസ്. പിന്നെ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ കേട്ടോ. കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അല്ല, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ. കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ വെച്ചാൽ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഉണ്ടാവില്ലേ, വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ, അവരുടെ ഉടമസ്ഥാവകാശത്തിലുള്ള അവരായിരിക്കും എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അത്തരത്തിലുള്ള കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽസ് ഓണഡ് ബൈ ദ പ്രൈവറ്റ് കമ്പനി, വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികള്, അത്തരത്തിലുള്ള പ്രൈവറ്റ് കമ്പനികളുടെയൊക്കെ ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലുകൾ, അതിനെയാണ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ
ഹോസ്പിറ്റൽ അല്ല കേട്ടോ, അത് സഹകരണ ആശുപത്രി, അത് വേറെയാണ് കേട്ടോ. ഇത് കോർപ്പറേറ്റ് ആണ്. കോർപ്പറേറ്റ് എന്ന് വെച്ചാൽ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ഉടമസ്ഥാവകാശങ്ങളുള്ള ഹോസ്പിറ്റലുകൾ. പിന്നെ വരുന്നത് ഏതാണ്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഇല്ല, ലാഭേച്ഛ പ്രതീക്ഷിക്കാതെ, അതായത് ഹോസ്പിറ്റൽ ഫൗണ്ടഡ് ബൈ ദ NGO. NGO എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ ഫോം എന്താണ്? നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഗവൺമെന്റ് ഇതര സ്ഥാപനം കേട്ടോ. നോൺ ഗവൺമെന്റൽ അറിയാവുന്നവർ എഴുതണ്ട കേട്ടോ, അറിയാത്തവരൊന്ന് നോട്ട് ചെയ്താൽ മതി. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഓർ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ദാറ്റ് ഡു നോട്ട് ഹാവ് എ ബിസിനസ് പർപ്പസ് കണക്റ്റഡ് വിത്ത് ഇറ്റ്. അവർക്ക് ബിസിനസ് പർപ്പസ് ഒന്നുമില്ല, അതായത് വളരെ ചാരിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നില്ലേ, ചാരിറ്റി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സർവീസ് മെന്റാലിറ്റിയോട് കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ. പക്ഷെ ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ളതല്ല, പ്രൈവറ്റ് തന്നെ, പക്ഷെ ചാരിറ്റി പർപ്പസിന് വേണ്ടി മാത്രം അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അതിൽ തന്നെ ഫോർ പ്രോഫിറ്റ് ഉണ്ട്, ഇൻഡിവിജ്വൽ ഓണർ പാർട്ണർഷിപ്പ് ഹോസ്പിറ്റൽ ഉണ്ട്, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസും. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് ഫോർ പ്രോഫിറ്റ്. ഫോർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചേ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം, ഫോർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അല്ലെ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ദാറ്റ് ഹാവ് ദ ബിസിനസ് പർപ്പസ്, ബിസിനസ് മൈൻഡോടുകൂടി പ്രവർത്തിക്കുക. ബിസിനസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഭമാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ലാഭേച്ഛയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഞാനത് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. നോൺ ഗവൺമെന്റൽ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. PSU, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, സെക്ടർ SECTOR കേട്ടോ, അണ്ടർടേക്കിംഗ് UNDERTAKING കേട്ടോ. പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയില്ലേ, അത് കേട്ടോ. അപ്പൊ ശരി, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്ന ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുക കേട്ടോ, മനസ്സിലാക്കി വെക്കാം. മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.